നമസ്കാരം. വി.കെ. പാണ്ഡ്യൻ വാക്കുപാലിച്ചു, രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ഒഡീഷയിൽ ബി.ജെ.ഡിയുടെ പരാജയത്തിന് കാരണക്കാരനായെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. കാൽ നൂറ്റാണ്ടോളം ഒഡീഷ ഭരിച്ച നവീൻ പട്നായിക്കിന്റെ വലം കൈയായി ഇത്തവണ ബി.ജെ.ഡിയുടെ പ്രചാരണം നയിച്ചത് തമിഴ്നാട് സ്വദേശിയും മുൻ IAS ഉദ്യോഗസ്ഥനുമായ പാണ്ഡ്യനാണ്. നവീൻ പട്നായിക്ക് വീണ്ടും മുഖ്യമന്ത്രിയായില്ലെങ്കിൽ രാഷ്ട്രീയം വിടുമെന്ന് പ്രചാരണ വേളയിൽ പാണ്ഡ്യൻ പ്രഖ്യാപിച്ചിരുന്നു. നവീന്റെ ആരോഗ്യം മോശമാണെന്നും ഒഡീഷയുടെ ഭരണം തമിഴ്നാട് സ്വദേശി കൈപ്പിടിയിൽ ഒതുക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ പ്രചാരണം. 147 അംഗ നിയമസഭയിൽ ബി.ജെ.പി 78 സീറ്റ് നേടിയപ്പോൾ ബി.ജെ.ഡി 51 സീറ്റിൽ ഒതുങ്ങി. ലോക്സഭയിലേക്ക് ഒറ്റ സീറ്റ് പോലും ജയിച്ചതുമില്ല. സിവിൽ സർവീസിൽ നിന്ന് സ്വയം വിരമിച്ചായിരുന്നു പാണ്ഡ്യന്റെ രാഷ്ട്രീയ പ്രവേശം. തമിഴ്നാട്ടുകാരന് ഒഡീഷയിൽ എന്ത് കാര്യമെന്ന് ചോദിച്ച് എല്ലാവരും അന്യനെന്ന് മുദ്രകുത്തി. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ പിൻഗാമിയാകുമെന്ന രാഷ്ട്രീയ ആരോപണങ്ങളും ഒപ്പമെത്തി. ഇപ്പോഴിതാ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.ഡിയുടെ ദയനീയ തോൽവി കൂടിയായപ്പോൾ പറഞ്ഞ വാക്കുപാലിച്ച് വി.കെ. പാണ്ഡ്യൻ രാഷ്ട്രീയത്തിന്റെ അരങ്ങൊഴിഞ്ഞിരിക്കുകയാണ്. IAS ജോലി ഉപേക്ഷിച്ച പാണ്ഡ്യൻ ബി.ജെ.ഡിയിൽ ചേർന്ന് 6 മാസം മാത്രമായിരിക്കെയാണ് പാർട്ടി തോൽവിക്ക് കാരണക്കാരനായെങ്കിൽ മാപ്പ് ചോദിക്കുകയാണെന്നറിയിച്ച് കളം വിടുന്നത്. നവീൻ പട്നായിക്കിനെ സഹായിക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു മനസ്സിലെന്നും സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല വന്നതെന്നും രാഷ്ട്രീയം വിടുന്നതായി പ്രഖ്യാപിച്ചുള്ള വികാരനിർഭരമായ വീഡിയോ സന്ദേശത്തിൽ പാണ്ഡ്യൻ പറഞ്ഞു. കൊച്ചുഗ്രാമത്തിലെ പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. IASൽ ചേർന്ന് ജനങ്ങളെ സേവിക്കണമെന്ന് കുട്ടിക്കാലം മുതലേ മോഹമുണ്ടായിരുന്നു. ഭാര്യ ഒഡീഷക്കാരിയാണ്. അങ്ങനെയാണ് താനിവിടെ വന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമായത് 12 വർഷം മുൻപാണ്. സ്ഥാനാർത്ഥിയായില്ല, പാർട്ടി പദവിയും വഹിച്ചില്ല. നവീൻ പട്നായിക്കിന്റെ സമഗ്ര വികസന കാഴ്ചപ്പാടുകൾ നടപ്പാക്കാനാണ് തന്നെ നിയോഗിച്ചത്. 24 വർഷം മുൻപ് IAS ഉദ്യോഗസ്ഥനായപ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിലെ ആസ്തി കണക്ക് ഇപ്പോഴും അതേപടി തുടരുന്നു. പൈതൃകമായി കിട്ടിയ കുടുംബസ്വത്തല്ലാതെ മറ്റൊന്നും തനിക്കില്ലെന്നും പാണ്ഡ്യൻ അറിയിച്ചു. തന്നെ അന്യനാട്ടുകാരൻ എന്ന നിലയിൽ ചിത്രീകരിച്ചുള്ള ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ പ്രതിഫലനം ഉണ്ടായെന്ന് തന്നെയാണ് വിശ്വാസമെന്ന് ഇന്നലെ ചാനൽ അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞു.